നമുക്കിനി ഇടുക്കിയിലേക്കൊന്ന് പോകണം. ഇടുക്കി കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകനെ CPM മുൻ ഏരിയ സെക്രട്ടറി VR സജി ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം ഞങ്ങൾ പുറത്തുവിടുകയാണ്. സാബുവിന് അടികിട്ടേണ്ട സമയം കഴിഞ്ഞുവെന്നായിരുന്നു ഏരിയ സെക്രട്ടറിയുടെ ഭീഷണി. പണം ചോദിച്ചെത്തിയപ്പോൾ ബാങ്ക് ജീവനക്കാരനായ ബിനോയ് പിടിച്ചു തള്ളിയെന്നും സാബു സജിയോട് പറഞ്ഞപ്പോൾ ഈ മാസത്തെ പണത്തിൽ പകുതി നൽകിയിട്ടും ജീവനക്കാരനെ ഉപദ്രവിക്കേണ്ട കാര്യമെന്തായിരുന്നു എന്നായിരുന്നു സജിയുടെ ചോദ്യം. ഓഡിയോ സന്ദേശം നമുക്കൊന്ന് കേട്ടുവരാം. നിങ്ങൾ അവരെ പിടിച്ച് തല്ലുകയും നിങ്ങൾക്ക് ഈ പ്രാവശ്യം ഈ മാസത്തെ പൈസ തന്നിട്ട് ഈ മാസത്തെ പൈസ നിങ്ങൾക്ക് പറഞ്ഞ പകുതി പൈസ തന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അവരെ പിടിച്ച് തള്ളി അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമല്ല നിങ്ങൾക്ക്. എന്റെ സഹാവേ നിങ്ങൾ എന്നിട്ട് വിഷയമൊന്നും മാറ്റണ്ടോ. നിങ്ങളെ നമ്മൾ തന്നിട്ട് വിടാതിരിക്കുന്നതാണ്. നിങ്ങൾ അടി മേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. എന്റെ പൊന്നു സഹായം എന്നെ വേണമെങ്കിൽ കൊന്നു. നിങ്ങൾക്ക് പണി അറിയത്തില്ല കേട്ടോ. എനിക്ക് സത്യമായിട്ട് ഇങ്ങനത്തെ പണിയൊന്നും അറിയത്തില്ല. സത്യമായിട്ട് അറിയത്തില്ല. പണി മനസ്സിലാക്കി തരാം. എനിക്ക് സത്യമായിട്ട് ഇങ്ങനത്തെ പരിപാടി പണി മനസ്സിലാക്കി തരാം. എന്റെ പൊന്നു അല്ല, നിങ്ങളുടെ കുടുംബത്തില് നിങ്ങൾ പറഞ്ഞ കാര്യം അന്തസ്സായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ആ പ്രസ്ഥാനത്തിൽ വന്നാൽ അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ പൊന്നു സഹാവ് അയാൾ എന്നെ ഉപദ്രവിച്ചത്. അതൊക്കെ ഞങ്ങൾക്കറിയാം. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സെക്രട്ടറിയോട് പോലും നിങ്ങളോട് പറയാതെ അവരെല്ലാവരുടെ കൂടെ നിങ്ങളുടെ പൈസ ഉണ്ടാക്കി തരാനുള്ള ശ്രമത്തിലാണ്. എന്റെ പൊന്നു സഹാവേ സംഭവം നടന്ന അങ്ങനെയൊന്നും അല്ല. സത്യത്തിലുള്ള സംഭവം. നിങ്ങൾക്ക് അതിന്റെ വിഷമം വരുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സാബു എന്റെ വിഷമം ഞാൻ വേണമെങ്കിൽ സാബുവിന് അതിന്റെ ബുദ്ധിമുട്ട് വരുമ്പോഴേ സാബു മനസ്സിലാവുള്ളൂ. സാബുവിന് പൈസ തരാനുള്ളത് ബാങ്കിൽ നിന്ന് തരാനുള്ളത് തരണം. അതിന് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ആശുപത്രി കേസ് ഉണ്ടെന്നും അറിയാം. നിങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞ് ഞാനൂടെ കൂടി അവരെ വഴക്ക് പറഞ്ഞു ഓരോ കാര്യങ്ങളും ചെയ്യിച്ചോണ്ടിരിക്കും. അവിടെ എന്റെ പൊന്നു സഹാവേ ഞാൻ പറഞ്ഞു അനുഭവിക്കുമ്പോൾ മനസ്സിലായിക്കോളൂ. അത് 90 ലക്ഷം രൂപ ആ പാർട്ടി ഭരിക്കുന്ന കട്ടപ്പനയിലെ റൂറൽ സഹകരണ സൊസൈറ്റി കൊണ്ടിട്ടു. അതാണ് ഈ മനുഷ്യൻ ചെയ്ത തെറ്റ്. എന്നിട്ട് കുറച്ച് പൈസ അദ്ദേഹം പിൻവലിച്ചിരുന്നു. ഭാര്യയുടെ ശസ്ത്രക്രിയയ്ക്ക് 2 ലക്ഷം രൂപ കൂടി തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലിശയാണ് അദ്ദേഹം ചോദിച്ചത്. അവിടെ ചെന്നപ്പോൾ പലിശ ആ പൈസ ഇപ്പോൾ കൊടുക്കാനില്ല എന്ന് പറഞ്ഞു. മാന്യമായിട്ട് പറഞ്ഞാൽ മനസ്സിലാക്കാം. പക്ഷേ ഈ സാബുവിനെ പിടിച്ച് തള്ളി എന്നാണ് സാബു ആത്മഹത്യക്കുറിപ്പിൽ അടക്കം എഴുതിയിരിക്കുന്നത്. ഈ വിഷയം പാർട്ടി ഏരിയ സെക്രട്ടറിയോട് പറഞ്ഞപ്പോൾ ഏരിയ സെക്രട്ടറിയുടെ പ്രതികരണമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കേട്ടത്. സ്വാഭാവികമായും സാബുവിന് വിഷമമുണ്ടാവും. സാബുവിനെ മനസ്സിലാക്കാതെ പോയി എന്നുള്ളതാണ് സാബുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം. പണിയൊക്കെ മനസ്സിലാക്കി തരാം എന്ന ഭീഷണിയുടെ ലൈൻ കൂടി പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ഇതിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ശബ്ദരേഖയിൽ വ്യക്തവുമാണ്. സന്ദീപ് രാജ കടിച്ചിരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സന്ദീപ്, ഇപ്പോൾ പുറത്തുവരുന്ന ഈ വീഡിയോ സന്ദേശം ഓഡിയോയും അതേപോലെ ഇന്നലെ പുറത്തു വന്ന ആത്മഹത്യാ കുറിപ്പിലും ഒരു കാര്യം ഉറപ്പാണ്. സാബുവിനെ സഹായിക്കാൻ ബാങ്ക് അധികൃതർ അല്ലെങ്കിൽ ഭരണസമിതിയെ നിയന്ത്രിക്കുന്ന CPMന്റെ ഏരിയ കമ്മിറ്റിയോ ആ രീതിയിൽ സഹായിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. സാബു ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആത്മഹത്യയല്ലെന്ന് കുടുംബം പറയുന്നു. നമുക്ക് അത് പോലീസാണ് പറയേണ്ടത്. പക്ഷേ എന്തായാലും ഈ പുറത്തുവരുന്ന ശബ്ദരേഖ പാർട്ടിക്കോ ബാങ്കിലെ ഭരണസമിതിക്കോ അത്ര ഗുണകരമായ ഒന്നല്ല. തീർച്ചയായിട്ടും ഈ സാബുവിനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നത് ഈ ശബ്ദരേഖയിൽ വ്യക്തമല്ലേ സന്ദീപ് രാജാക്കാട്? ഡോക്ടർ അരുൺകുമാർ കൃത്യമായിട്ടും അത് തന്നെ അത്തരത്തിലാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ആ ഓഡിയോ സന്ദേശത്തിൽ അല്ലെങ്കിൽ ആ ഓഡിയോ ക്ലിപ്പിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് സാബു പണം ആവശ്യപ്പെടുന്നത് അത് അദ്ദേഹത്തിൻ്റെ പണമാണ് എന്ന ഒരു ബോധ്യം കൂടി മറുവശത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ഉണ്ടാകേണ്ടതാണ്. കാരണം ഞാൻ എൻ്റെ പണം ബാങ്കിലിട്ടതിന് ശേഷം അത് തരാൻ വേണ്ടി ഞാൻ നിരന്തരം കയറിയിറങ്ങുന്നു. ആ നിരന്തരം കയറിയിറങ്ങുമ്പോൾ എന്നോട് വളരെ മോശമായി സംസാരിക്കുക മാത്രമല്ല ജീവനക്കാർ തന്നെ ഉപദ്രവിച്ചതിന് ശേഷം അതിന് ജീവനക്കാരനെ ഇയാളാണ് ഉപദ്രവിച്ചത് എന്ന തരത്തിലേക്ക് ഈ പാർട്ടി നേതാക്കന്മാരെ ബാങ്ക് ജീവനക്കാർ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. അത് വിശ്വസിച്ചിട്ട് സാബുവിനെതിരെ സംസാരിക്കുന്നു എന്നുള്ളതാണ് ആ ഓഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ അതായത് ഒരു കാര്യം കൂടി സന്ദീപ്, ആത്മഹത്യ ചെയ്യാൻ സാബു ഇറങ്ങുന്നതിന് മുൻപാണ് ഒരുപക്ഷെ ഏരിയ സെക്രട്ടറി വിളിച്ചിട്ടുണ്ടാവുക. അതായത് ബാങ്കിലെത്തി ഈ പണം ചോദിച്ച് ആ ബാങ്കിലെ അധികൃതരും നമ്മുടെ സാബുവും തമ്മിൽ തർക്കമുണ്ടാവുന്നു. അതിനുശേഷം വീട്ടിൽ വന്നിട്ടായിരിക്കാം ഈ സജിയെ വിളിച്ചിട്ടുള്ളത്, അല്ലേ സന്ദീപ്? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. നമ്മൾ അല്പം മുമ്പ് ഈ സാബുവിൻ്റെ ഭാര്യയുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അല്പസമയത്തിന് ശേഷം നമുക്ക് അവരോട് നേരിട്ട് സംസാരിക്കാൻ സാധിക്കും. അപ്പോൾ പറഞ്ഞിരുന്നത് ഈ സംഭവങ്ങളെല്ലാം നടന്നതിന് ശേഷം സാബു ഈ ഭാര്യ ആശുപത്രിയിൽ കിടക്കുന്ന ഭാര്യയുമായി സംസാരിച്ചു. അപ്പോൾ പറഞ്ഞത് ഇങ്ങനെ ഇനി ഇത് ശരിയാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, അത്ര കണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്കല്ല കാര്യങ്ങൾ പോകുന്നത്, ഇങ്ങനെയാണ് VR സജി അടക്കമുള്ളവർ വിളിച്ച് സംസാരിച്ചത് എന്ന് ഭാര്യയോടും പറഞ്ഞിരുന്നു. അതായത് ഈ ബാങ്കിൽ എത്തിയതിന് ശേഷം ബാങ്കിൽ നിന്ന്
പുറത്തേക്ക് ഇറങ്ങി ഇവർ ഒരു വാഹനത്തിൽ കയറി പോകാൻ നിൽക്കുന്ന സമയത്ത് കേക്ക് വിതരണത്തിനാണ് അതിന് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഈ വാഹനത്തിൽ വെച്ച് ഈ സാബുവിനെ തള്ളുകയും മോശമായി സംസാരിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം ഈ സാബു പറയുന്നതനുസരിച്ചാണെങ്കിൽ, ഈ സാബുവിൻ്റെ ഭാര്യയും പറയുന്നതനുസരിച്ചാണെങ്കിൽ ജീവനക്കാർ ഈ പാർട്ടി നേതൃത്വത്തെ അങ്ങോട്ട് വിളിച്ച് ഇക്കാര്യങ്ങൾ പറയുകയും തങ്ങളെ ഉപദ്രവിച്ചു എന്ന തരത്തിലേക്ക് അത് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാബു കൃത്യമായി തന്നെ ഈ ഓഡിയോയിൽ ഈ VR സജിയോട് സംസാരിക്കുന്നുണ്ട്. ഞാനാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് എങ്കിൽ അവിടെ CCTV ക്യാമറകളുണ്ട്, അത് പരിശോധിക്കൂ എന്ന് സാബു പറയുകയാണ്. പക്ഷെ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. 90 ലക്ഷം രൂപയെങ്ങാണ്ട് ഈ സൊസൈറ്റിയിൽ ഈ സാബു ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാണ്. പല സമയങ്ങളിൽ ഏറ്റവും ഒടുവിൽ എനിക്ക് തോന്നുന്നു 10-36 ലക്ഷം രൂപ കിടപ്പുണ്ട്. അത് ഈ ഭരണസമിതിക്കൊക്കെ അങ്ങനെയുള്ളൊരു കസ്റ്റമറെ കൈകാര്യം ചെയ്തത് ഇങ്ങനെയാണോ? ഇപ്പോൾ അരുൺകുമാർ, ഇനിയിപ്പോൾ 15 ലക്ഷം രൂപ ഉണ്ട് എന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കുന്നത്. ഇനി 15 ലക്ഷം രൂപ, ബാക്കി പണം പലപ്പോഴായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ അവരുടെ ഏറ്റവും വലിയ പ്രതിസന്ധി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ അവർ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് ഉപകാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. അതിന് ഇനി മുട്ടാൻ വാതിലുകളില്ല. ആ പണം തങ്ങൾക്ക് ഒരു രീതിയിൽ മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇത്തരം നിരന്തരം ചെന്ന് ഈ പണം നൽകണം എന്ന് ആവശ്യപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷേ അത് ചെവിക്കൊള്ളാൻ ഇല്ലെങ്കിൽ അതിനെ ആ തരത്തിൽ അതെ തീർച്ചയായിട്ടും